ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വെജ് ബോർഡ്. മക്കളെ എല്ലാവർക്കും വെജ് ബോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ തന്നെ വന്നിട്ടുള്ളത് നിങ്ങളുടെ സ്വന്തം സെൽഫിൻ സാറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രധാനമായിട്ട് ഒരു കാര്യം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നിങ്ങൾ തംബ്നെയിലും കണ്ടിട്ടുണ്ടോ അല്ലേ, നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക്, നമ്മുടെ +2 ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മൈക്രോ മാക്രോ പഠിക്കാൻ ഏതായിരുന്നു ലെവൽ, അതിൻ്റെ നിലവാരം എങ്ങനെയായിരുന്നു കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അതിൽ മൈക്രോയിൽ ആദ്യത്തെ 3 ചാപ്റ്ററാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ആ ചാപ്റ്ററുകളിലൊക്കെ മക്കളെ നിർബന്ധമായിട്ട് ഞാനിവിടെ ഒരു കാര്യം റെഡിൽ ചേർത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ ഓക്കെ, അത്രയും ഷുവറായിട്ട് ഇവിടെ പറയാൻ കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 8 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് വരാറുള്ളത്. ഏതാ നമുക്ക് നോക്കാം. കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ. അപ്പോൾ നോക്കിയോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിസ് അൻഷിബ വാണ്ട്സ് ടു പർച്ചേസ് 2 goods. ഓക്കെ, അൻഷിബ ഇവിടെ ആരുടെ കഥാപാത്രത്തിന്റെ പേരായാലും അതൊരു പ്രശ്നമല്ല. അതിന് ആരുടെ പേരായിക്കോട്ടെ ഒരു കുഴപ്പമില്ല, ഒരു കഥാപാത്രത്തിന്റെ പേര് വരും, എന്നിട്ടായിരിക്കും ബാക്കി കഥ പറയുന്നുണ്ടാവുക. നമുക്ക് കഥ എന്താണെന്ന് നോക്കാം. ഈ അൻഷിബ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 goods വാങ്ങുന്നുണ്ട്. ചോദ്യം മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. മിസ് അൻഷിബ എന്ന് പറയുന്ന ആൾ 2 സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, 2 സാധനങ്ങളാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ ഈ 2 സാധനങ്ങളുടെയും വില തരണം ആദ്യം അല്ലേ. എന്തൊക്കെയാണ് 2 സാധനങ്ങൾ? ഒന്ന് ചോക്ലേറ്റും മറ്റൊന്ന് എന്താണ് ഐസ്ക്രീമുമാണ്. അപ്പോൾ ചോക്ലേറ്റും ഐസ്ക്രീമും നമ്മളെപ്പോലുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം ഈ പറഞ്ഞ അൻഷിബ എന്ന് പറഞ്ഞത്. അപ്പോൾ ചോക്ലേറ്റും ഐസ്ക്രീമും വാങ്ങാൻ പോകുന്ന ഈ അൻഷിബ എന്ന് പറയുന്നത് ദ പ്രൈസസ് ഓഫ് ദീസ് 2 goods. ഓക്കെ, ഈ പറഞ്ഞ 2 സാധനങ്ങളുടെയും വില എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപ വീതമാണ്. എന്ന് വെച്ചാൽ എത്രയാണ്? ചോക്ലേറ്റിന് ഓക്കെ, ചോക്ലേറ്റിന് 10 രൂപ, ഐസ്ക്രീമിന് എത്ര? 10 രൂപ എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് സാധനത്തിൻ്റെ വില കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത പറയുന്നുണ്ട് അവരുടെ ഇൻകം എന്ന് പറയുന്നത്, അവരുടെ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? 50 രൂപ, അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ള പണം എത്രയാണ്? 50 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ചോദ്യം എവിടെ നിന്ന് വന്നിട്ടുള്ളത്, നമ്മുടെ ഈ പറഞ്ഞ കൺസംഷൻ ബണ്ടിലുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. കൺസംഷൻ ബണ്ടിൽ തുടങ്ങിയ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൺസംഷൻ ബണ്ടിലുമായിട്ടുള്ള ഇങ്ങനെ ഒരു ചോദ്യം വന്നത് 8 മാർക്കിലേക്ക് ചോദ്യം ഉണ്ടാവുക. നമുക്ക് ആ ചോദ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു ട്രാപ്പ് നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ, വരുമാനത്തിന് തുല്യമായ വിലയുള്ള ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ബണ്ടിലുകൾ. ഈ ബണ്ടിലാണ് നമ്മൾ എന്ത് പറയുന്നത്, കെട്ടുകൾ എന്ന് പറഞ്ഞിട്ടോ. വേറെ ഒന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഈ ബണ്ടിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചോക്ലേറ്റിന്റെ ഐസ്ക്രീമിന്റെ കാര്യം മാത്രം, വില മാത്രം നോക്കിയാൽ പോരാ. എന്ത് പറയുന്നത്, വരുമാനത്തിന് തുല്യമായത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ബജറ്റ് ലൈൻ ഒക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ P1x1 + P2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇതാണ് നമ്മുടെ ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ അല്ല, ബജറ്റ് സെറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്നും ബജറ്റ് ലൈൻ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, നമ്മളോട് ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. പക്ഷേ ഈ ഇക്വേഷൻ എന്താണ്, അത് ബജറ്റ് സെറ്റ് ഇക്വേഷൻ ഉണ്ടോ, മാറിപ്പോകരുത്. ബജറ്റ് സെറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും കാണിച്ചു തരാൻ നോക്കിക്കോളൂ. P1x1 + P2x2 ഈക്വൽ ടു m എന്നായിരിക്കും എന്ത് പറയുന്നത്, ബജറ്റ് ലൈനിൻ്റെ, നമ്മൾ ഈ പഠിച്ചിട്ടുള്ള നമ്മുടെ ബജറ്റ് ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ ഈക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. ബജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ലൈൻ ആയിരിക്കും അല്ലേ, അതായത് തുല്യമായിട്ട് നമുക്കറിയാം ഒരു വര വരക്കുന്ന പോലെ അല്ലേ. ലൈൻ എന്ന് പറഞ്ഞാൽ രേഖ എന്നാണല്ലോ, ഇങ്ങനെയാവാം ഇങ്ങനെയാവാം ഏത് രൂപത്തിലാവും. അപ്പം അതിൽ ഈക്വൽ എന്ന് പറഞ്ഞുള്ള സിമ്പലാണ് കാണുന്നെങ്കിൽ ഉറപ്പിച്ചോ അത് ബജറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞെന്താ അറിയോ, ബജറ്റ് ലൈൻ ഈക്വൽ ആയിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് വരുമാനത്തിന് തുല്യമായ, വരുമാനത്തെ നമ്മളെന്താ സൂചിപ്പിക്കാറില്ലേ, m എന്ന് പറഞ്ഞ ലെറ്ററാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ചോക്ലേറ്റിൻ്റെ വില എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, അത് P1 എന്ന് കൊടുക്കാം. ഐസ്ക്രീമിൻ്റെ വില എന്ന് പറയുമ്പോൾ P2 എന്നും കൊടുക്കാം. ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആദ്യം ഈ പറഞ്ഞ കൺസംഷൻ ബണ്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം തരാം, മാക്സിമം എത്ര ചോക്ലേറ്റ് മാക്സിമം എത്ര ഐസ്ക്രീം വാങ്ങാൻ പറ്റുമെന്ന് ആദ്യം നോക്കുകയാണെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഓക്കെ, അതായത് നമ്മൾ വാങ്ങാൻ പോകുന്ന മാക്സിമം ഐസ്ക്രീം കേട്ടോ, മാക്സിമം ചോക്ലേറ്റ് ആദ്യം ഞാൻ എഴുതാണ്. മാക്സിമം ചോക്ലേറ്റ് ഓക്കെ, മാക്സിമം എത്ര രൂപയ്ക്ക് ചോക്ലേറ്റ് വാങ്ങാം, നമുക്കറിയാം 10 രൂപയാണ് വില അല്ലേ. പ്രൈസ് എത്രയാണ്, 10 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വരുമാനത്തെ നമ്മൾ ഈ പറഞ്ഞ P1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്കവിടെ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. നമുക്ക് എത്ര കിട്ടുക, m എന്ന് പറയുന്നത് 50 ആണ്. 50 / P1 എന്ന് പറയുന്നത് 10 ആണല്ലേ. 50നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം എത്ര കിട്ടുക, നമുക്കറിയാം 5 യൂണിറ്റ് അല്ലേ. അപ്പോൾ മാക്സിമം നമ്മുടെ മുഴുവൻ വരുമാനം, നമ്മുടെ അല്ല അല്ലെങ്കിൽ അൻഷിബയുടെ മുഴുവൻ വരുമാനം അൻഷിബ ചിലവഴിക്കുന്നത് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി മാത്രമാണെങ്കിൽ 5 ചോക്ലേറ്റ് അവർക്ക് വാങ്ങാം. 50 രൂപക്ക് അവർക്ക് എന്ത് ചെയ്യാം, 5 ചോക്ലേറ്റ് വാങ്ങും. അതാണ് അതിൻ്റെ ലോജിക്ക്. ഈ സാധാരണ ഈ മിനിമം ചോക്ലേറ്റ് എന്നല്ല മാക്സിമം ചോക്ലേറ്റ് നമ്മൾ സാധാരണ സൂചിപ്പിക്കാറുള്ളത് എങ്ങനെയാണ്, നമ്മളിതിനെ പറയാറുള്ളത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്നാണ് പറയാറുള്ളത്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ പൊതുവെ HI എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, HI എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ HI നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എത്രയാണ് കിട്ടുന്നത്, 5 യൂണിറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. മാക്സിമം ചോക്ലേറ്റ് പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഐസ്ക്രീം ആണെങ്കിലോ, മാക്സിമം ഐസ്ക്രീം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്കിവിടെ നോക്കാം. മാക്സിമം ഐസ്ക്രീം ആട്ടോ അവർ വാങ്ങുന്നത്. അപ്പോൾ മാക്സിമം ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ഒന്നുപോലും അവർ വാങ്ങുന്നില്ല. ഈ പറഞ്ഞത് കംപ്ലീറ്റ് പണം എന്തിനാണ് ചിലവാക്കുന്നത്? ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി മാത്രമാണെങ്കിൽ എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് m/p2 എന്നാണ് വരിക. m/p2 എന്ന് പറയുമ്പോൾ എത്ര വരിക? നമുക്കറിയാം m എന്ന് പറഞ്ഞാൽ 50 p2 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ നമ്മുടെ ഉത്തരം എത്ര വരിക? 5 യൂണിറ്റ് തന്നെയാണ് വരിക. ഇതിങ്ങനെ വരാനുള്ള കാരണം നിങ്ങൾക്കറിയാം, രണ്ടിനും ഒരേ പ്രൈസാണ്. അതുകൊണ്ടാണ് രണ്ടും 5 യൂണിറ്റ് വീതമായിട്ട് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ കിട്ടിയതിനെ നമുക്ക് എന്ത് പറയാം? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഐസ്ക്രീം നമുക്ക് എന്ത് പറയാം? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയാം. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് എന്ന് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചോദ്യത്തിന് ഭാഗമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിവിടെ ചെയ്ത് വെക്കേണ്ട കാര്യം ഇതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. മാക്സിമം യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? കൺസംഷൻ ബണ്ടിൽ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യമേ നമുക്ക് തന്നത് എന്തിനാരോ? നമ്മൾ വേറെ ഒരുപാട് സമയം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദ്യം തരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തരും. ഓക്കെ, നമ്മളിവിടെ കണ്ടുപിടിച്ച കാര്യമുണ്ട് അല്ലേ? എന്താ കണ്ടുപിടിച്ചത്? തിരശ്ചീനവും ലംബവുമായ ഇൻ്റർസെപ്റ്റുകൾ കണ്ടുപിടിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. നോക്കി നിങ്ങളിവിടെ നമ്മളിവിടെ പറഞ്ഞ വെച്ച പോലെ തന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 5 യൂണിറ്റ് ആണെന്ന് കിട്ടി. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ്? 5 യൂണിറ്റ് ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് ആദ്യമേ നമ്മളിവിടെ ചെയ്ത് വെക്കേണ്ട കാര്യം. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇൻകം മുഴുവനായിട്ട് ചിലവാക്കുന്ന ബണ്ടിലുകൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് കാണിച്ചു തരാൻ നോക്കിക്കോട്ടാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ ഓർഡർ x,y എന്ന രീതിയിലാണ് എഴുതാറുള്ളത്. ഇതിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് 1 അല്ലേ, ഒന്നാമത്തെ സാധനം. ഈ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് 2 ആണ് അല്ലേ, അല്ലെങ്കിൽ എന്ന് പറയാം രണ്ടാമത്തെ സാധനം. ഇവിടെ നമുക്ക് യഥാക്രമം എന്ത് പറയാം? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചോക്ലേറ്റ് ആണ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ചോക്ലേറ്റ് ആണ് വരുന്നത്. ആൻഡ് അതേ സമയം എന്തായിരിക്കും? y എന്തായിരിക്കും? നമ്മുടെ ഐസ്ക്രീം ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഓർഡറിലാട്ടോ എഴുതുന്നത്. നോക്കണേ, ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കംപ്ലീറ്റ് നിങ്ങൾ ആദ്യം ഒരു ബണ്ടിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്: 5,0. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കംപ്ലീറ്റ് പണവും ചിലവാക്കിയിട്ട് ചോക്ലേറ്റാണ് വാങ്ങുന്നത്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഒന്നാമത്തെ ഗുഡാണ് എക്സ്, അതിൻ്റെ സ്ഥാനത്ത് ഞാൻ 5 എന്ന് കൊടുത്താൽ അതിൻ്റെ അർത്ഥം ചോക്ലേറ്റ് 5 എണ്ണം വാങ്ങി. എന്നാൽ ഐസ്ക്രീം എന്തെങ്കിലും വാങ്ങിയോ? ഒന്ന് പോലും വാങ്ങിയില്ല. കാരണം എന്താ? 5 എണ്ണം വാങ്ങിയപ്പോൾ എൻ്റെ കയ്യിലെ ക്യാഷ് തീർന്നു ഇല്ലേ. അപ്പോൾ ഫസ്റ്റ് ബണ്ടിൽ നിങ്ങൾ എഴുതാം. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ബണ്ടിൽ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. നമുക്ക് അടുത്ത ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കിട്ടിയതുപോലെ തന്നെ വെർട്ടിക്കലും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ നോക്കുക. ഇപ്പം ഞാൻ ഒരു ചോക്ലേറ്റ് പോലും വാങ്ങുന്നില്ല, പക്ഷേ കംപ്ലീറ്റ് പണവും ചിലവാക്കി ഐസ്ക്രീം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 5 കിട്ടും അല്ലേ. അതാണ് 0,5 എന്ന് കൊടുത്തത്. അപ്പോൾ 2 ബണ്ടിൽ നമ്മൾ എഴുതി കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മുടെ മുഴുവൻ എമൗണ്ട് ചിലവാക്കും അല്ലേ. ഞാൻ 4 ചോക്ലേറ്റ് വാങ്ങി, ബാക്കി എത്ര രൂപ ഉണ്ടാവും? 4 ചോക്ലേറ്റ് 4 × 10 40 രൂപ, ബാക്കി 10 രൂപ അല്ലേ. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഐസ്ക്രീം വാങ്ങും. ഓക്കെ, അതേപോലെ ഞാൻ 3 ചോക്ലേറ്റ് വാങ്ങുന്നു, എനിക്ക് എന്ത് ചെയ്യാം? 2 ഐസ്ക്രീം വാങ്ങും. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 ചോക്ലേറ്റ് വാങ്ങുന്നു, എനിക്ക് 3 ഐസ്ക്രീം വാങ്ങാം. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? 1 ചോക്ലേറ്റ് വാങ്ങുന്നു, അതേപോലെ 4 ഐസ്ക്രീം എനിക്ക് വാങ്ങും അല്ലേ. ഇതല്ലേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കൺസംപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. യെസ്, എക്സാക്ട്ലി ഇത്രയാണ്. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം ചെയ്ത് വെക്കേണ്ട കാര്യം, ഫസ്റ്റ് ഈ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആയിട്ടുള്ള നമ്മളിവിടെ പറഞ്ഞ HIയും കണ്ടുപിടിക്കുക, അതേപോലെ VIയും കണ്ടുപിടിക്കാം. ഇത് കഴിഞ്ഞ് നമ്മുടെ ഏകദേശം എല്ലാ പരിപാടിയും തീർന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഈസിയാണ്. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കൺസംപ്ഷൻ ബണ്ടിലുകളൊക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ ചോദ്യത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു തരാൻ പോയിക്കൊള്ളണം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞതാണ് പ്രിപ്പയർ ദ ബണ്ടിൽസ് ഓഫ് ചോക്ലേറ്റ് ആൻഡ് ഐസ്ക്രീം വിച്ച് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ദി എമൗണ്ട് അല്ലെങ്കിൽ ഇൻകം ഓഫ് 50. നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. രണ്ടാമത് നമ്മളോട് എന്ന് പറഞ്ഞത് ഇക്വേഷൻ ഓഫ് ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത് അല്ലേ. അത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഈ എഴുതിയ ഫോർമാറ്റിൽ തന്നെയാണ് വേണ്ടത്. ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. എന്താ വേണ്ടിയിരുന്നത് നോക്കിയോളൂ. നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞ നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ പറഞ്ഞത്? കൺസംപ്ഷൻ ബണ്ടിലൊക്കെ വെച്ചിട്ട് നമ്മളോട് ബജറ്റ് ലൈൻ ഇക്വേഷൻ ഏതാണ് പറഞ്ഞത്. ബജറ്റ് ലൈൻ ഇക്വേഷൻ പൊതുവെ P1x1 + P2x2 = m എന്നാണ് നമ്മൾ എഴുതാറില്ലേ. നിങ്ങൾ ഇത് മാത്രം എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല, മാർക്ക് കിട്ടില്ല. ഇതിൻ്റെ സ്ഥാനത്ത് P1 പ്രൈസ് ഓഫ് ഫസ്റ്റ് കമ്മോഡിറ്റി, അതായതാണ് ചോക്ലേറ്റിൻ്റെ വില, അത് നമ്മൾ ആദ്യം കൊടുക്കുക. അപ്പോൾ എത്ര വരിക? 10x1 പ്ലസ് ഇനി ഐസ്ക്രീമിൻ്റെ വില എത്രയാണ്? അതും 10 രൂപ തന്നെ അല്ലേ. അതാണ് P2ൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത്. 10x2 = m എന്നുള്ളത് നമുക്കറിയാം എത്രയാണ് കൃത്യമായിട്ട്? 50 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്ര എഴുതിയാൽ മതി. ഇത്രയുള്ള പരിപാടി. ഇത് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നിങ്ങളുടെ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. അതേപോലെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് എയും ബിയും ചെയ്ത് കഴിഞ്ഞു. സി എന്താ പറഞ്ഞത്? തിരശ്ചീന ലംബമായ ഇൻ്റർസെപ്റ്റുകൾ കണ്ടെത്തി ബജറ്റ് ലൈൻ നിർമ്മിക്കുക. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഓൾറെഡി കണ്ടെത്തിയതാണ്. അപ്പോൾ ഞാനത് ഇവിടെ എഴുതി വെക്കുകയാണ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയും വെർട്ടിക്കൽ എത്രയും എഴുതി വെക്കുകയാണ്. എന്നിട്ട് നമ്മളത് എഴുതും വേണ്ടോ? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് = m/P1 ദാറ്റ്സ് = 5 യൂണിറ്റ്സ് അല്ലേ. 5 യൂണിറ്റ് എഴുതി. അതേപോലെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് അത് എത്ര വരിക? m/P2 എന്നാണ്. അതായത് അതും എത്ര തന്നെ വരുന്നത്? 5 യൂണിറ്റ് എന്ന് തന്നെ വരുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ബജറ്റ് ലൈൻ നിർമ്മിക്കണം അല്ലേ. ബജറ്റ് ലൈൻ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നിർമ്മിച്ച് നോക്കാം. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനൊരു സ്ലൈഡ് കൂടി ആഡ് ചെയ്യണം ഇവിടെ.
ഓക്കെ ഫൈൻ. ഓക്കെ, നിങ്ങളിവിടെ നോക്കിക്കോളൂ. നമ്മൾ ഈ ബജറ്റ് ലൈൻ നിർമ്മിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എക്സ് ആക്സും വൈ ആക്സും വരക്കുക എന്നുള്ളതാണ്. ഒരു എക്സ് ആക്സും വൈ ആക്സും വരക്കാണ്. ഞാനിവിടെ എക്സും വൈയും വരച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യുന്ന കാര്യം, ഇവിടെ ഞാൻ കൊടുക്കുന്നത് എക്സ് ആക്സിൽ ഞാൻ കൊടുക്കുന്നത് ചോക്ലേറ്റ് ആണ്. ഓക്കെ, ചോക്ലേറ്റിൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈയിൽ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ഐസ്ക്രീം ആയിരിക്കും അല്ലേ? ഐസ്ക്രീം ആയിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഞാനിത് കൃത്യമായിട്ട് ഇതിൻ്റെ മാർക്ക് ചെയ്യാം കേട്ടോ, പോയിന്റുകൾ മാർക്ക് ചെയ്തേക്കണേ. ജസ്റ്റ് നോക്കിക്കോളൂ. 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്, 5, 6. നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ വെച്ചെടുത്താൽ മതി. 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടത് മാർക്ക് ചെയ്യാൻ പറ്റും. അതേ അനുപാതത്തിൽ തന്നെ എന്ത് ചെയ്യുക? ഇവിടെ ചെയ്യാം. 1, 2, 3, 4, ദെൻ 5, 6. നമുക്ക് 5 വരെ മതി, പക്ഷേ ഞാൻ 6 വരെ ഇടുന്നത് ഒരു സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് നമുക്കറിയാം. HI എത്ര? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് M/P1 ആണ്. അതായത് 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? M/P2 എന്നാണ് അല്ലേ? അത് എത്രയാണ്? അത് നമുക്ക് 5 എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് 2ൻ്റെ യൂണിറ്റ് കിട്ടിയിട്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ എക്സ് ആക്സിൽ 5നെയും അതേപോലെ വൈ ആക്സിൽ 5നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്ത് വെക്കും. ഓക്കെ ഫൈൻ. ഇതാണ് ചെയ്യുന്നത്. ഇതിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണിക്കുക. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണിക്കുക. ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഓണം എക്സാം ആയല്ലോ, അപ്പോൾ സമയത്തിന് കൂടുതൽ നേരെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് നേരെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ 5ഉം 5ഉം എന്ന് പറഞ്ഞ ഈ 2 പോയിന്റുകൾ എന്ത് ചെയ്യുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കണം വേണ്ട. ഒരു സ്കെയിൽ വെച്ച് നമ്മൾ നേരെ എന്ത് ചെയ്യുക? ലൈൻ വരയ്ക്കാം. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ യെസ്, ഞാനിപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. സ്കെയിൽ വെച്ച് വരക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞത്? സി ക്വസ്റ്റിൻ്റെ ഭാഗം നമ്മളോട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മിസ് അൻഷിബയുടെ വരുമാനം 80 ഉയരുമ്പോൾ, 80 വർദ്ധിക്കുമ്പോൾ വിലകൾ മാറ്റൊന്നുമില്ല. വിലകൾ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ ബജറ്റ് ലൈനിലെ മാറ്റം കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് വരക്കാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഗ്രാഫ് ഇറങ്ങുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വരക്കാൻ വേണ്ടി പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടേണ്ടി വരും അല്ലേ? അപ്പോൾ 7 ദെൻ 8. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ സമീപിക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്ത് ചെയ്യണേ? ഒരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരാറുള്ളത്. അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനതും കൂടി മാർക്ക് ചെയ്യുന്നു. 7 ദെൻ 8 9. ഇനി അടുത്ത് നോക്കാം. 7 8 ദെൻ 9. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് പുതിയ എന്താ പറഞ്ഞത്? നമ്മുടെ ഇൻകം മാത്രം അല്ലേ? ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇൻകം മാറി. എന്തായി മാറി? M1 ആയിട്ട് മാറി. അതായത് 50 രൂപ ഉണ്ടായിരുന്ന അത്രയും മാറി 80 രൂപയായിട്ട് മാറി. അപ്പം നമുക്ക് എന്ത് ചെയ്യും? പുതിയ ന്യൂ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വരും അല്ലേ? നമ്മളതിനെന്താ സൂചിപ്പിക്കുന്നത്? നമ്മളതിനെ സൂചിപ്പിക്കുന്നത് HI1 എന്ന് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ HI1 കാണാനുള്ള ഇക്വേഷനാണ്. HI1 ഇസ് ഈക്വൽ ടു M1/P1. ഈ M1 കൊടുക്കാൻ കാരണം എന്താ? M1 80 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ. ആ ഇക്വേഷൻ കണ്ടുകൊണ്ട് മാത്രം എഴുതിയാണ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ എത്ര വരിക? നമുക്ക് ഉത്തരം വരുന്നത് 80/10 എന്നായിരുന്നു. അപ്പോൾ എത്ര കിട്ടും? 8 യൂണിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അതേ മോഡൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് അതും കാണണം. അപ്പോൾ പുതിയ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്ര വരിക? പുതിയ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെന്ത് പറയാം? നമുക്കതിനെ പറയാവുന്നത് VI1 എന്ന് കൊടുക്കാം. അപ്പോൾ VI1 കാണാനുള്ള ഇക്വേഷനാണ്. VI1 ഇസ് ഈക്വൽ ടു M1/P2. ഓക്കെ, M1 നമുക്ക് വാല്യൂ പറയുമ്പോൾ എത്രയാണ്? 80 തന്നെയാണ്. അപ്പോൾ 80/10 എന്ന് കിട്ടും. ഉത്തരം എത്ര വരിക? 80/10 എന്ന് പറയുമ്പോൾ എത്ര ഉത്തരം കിട്ടുക? 8 യൂണിറ്റ് തന്നെ കിട്ടും. അപ്പോൾ മാറ്റമൊന്നുമില്ല. നമുക്ക് പുതിയ HIയും VIയും കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഗ്രാഫിൽ ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. HIയിൽ വരുന്നത് എത്രയാണ്? 8 വന്നിട്ടുള്ളത് അല്ലേ? ആ 8 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് VIയിൽ വന്നത് എത്രയാണ്? 8 വന്നത് അല്ലേ? അത് മാർക്ക് ചെയ്ത് വെച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നു. വേറൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഓക്കെ യെസ്, ഇതാണ് നമ്മുടെ പുതിയ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ബജറ്റ് ലൈൻ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ ആദ്യം ബജറ്റ് ലൈൻ എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലോപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതിക്കുക 10x1 + 10x2 = 50 എന്ന് കൊടുത്തേക്കാം. അതേപോലെ ഈ ഇക്വേഷനും അതിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. അവിടെ ജസ്റ്റ് നോക്കാം. 10x1 വിലയൊന്നും മാറിയിട്ടില്ല, അതുകൊണ്ടാണ് 10x1 എന്ന് തന്നെ എഴുതുന്നത്. 10x1 + 10x2 = 80 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നോക്കിയേ, നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് 4 ക്വസ്റ്റ്യൻ നമ്മളോട് ചെയ്തേ. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ 4 കാര്യങ്ങൾ ചെയ്തേ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന മാർക്ക്, ഇത് നമ്മുടെ ഡി ആട്ടോ, ഡി പാർട്ടാണ്. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന മാർക്കാണ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഈ ഒരു 8 മാർക്കിന് വേണ്ടി നിങ്ങൾ എത്ര സമയം, ഈ വീഡിയോ ഒരു 2ാമത്തെ വട്ടം റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിച്ചാൽ പോലും മക്കളെ നിങ്ങൾക്ക് ഒരു നഷ്ടമല്ല. ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ലൈവിൽ വരാൻ പോകുന്നുണ്ട്.
അപ്പോൾ ലൈവ് മിസ്സാക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നിങ്ങളോട്, നിങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ വേറെ ഒന്നിനല്ല മക്കളെ, കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തോ എങ്കിൽ മാത്രമേ എന്തുള്ളൂ ഇതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. നമുക്ക് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ പരീക്ഷ നമുക്ക് നന്നായിട്ട് എഴുതിയിരിക്കണം. കാരണം എന്ന് പറയുന്നത് നമ്മുടെ +2 ഫസ്റ്റ് എക്സാം ആണല്ലേ, ഒരു കോമൺ ടൈപ്പുള്ള ഫസ്റ്റ് എക്സാമാണ്. അത് നമ്മൾ നന്നായിട്ട് എഴുതിയെടുക്കാൻ പോവാണ്. കാരണം നമുക്ക് തോൽക്കുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, നമ്മൾ പരാജയപ്പെടുമെന്ന് പറഞ്ഞാൽ +2 നമ്മൾ പൊട്ടുമെന്ന് പറഞ്ഞ പലരും ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, തല ഉയർത്തി നിൽക്കണം, തല താഴ്ത്തിയാണ് നിൽക്കേണ്ടത്. കാരണം പഠിക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കാൻ പോകണേ. അപ്പോൾ ഈ പരീക്ഷ നന്നായിട്ട് എല്ലാവരും എഴുതാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. വീണ്ടും കാണാം. ബൈ.